ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഈ ഫില്ലിങ്സിലേക്ക് ചിക്കന് വേവിക്കാതെ അരച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ചിക്കൻ വേവിച്ചതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നുകൂടെ ടേസ്റ്റ് വേവിക്കാതെ അരച്ചെടുക്കുന്നതാണ്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിന് ആവശ്യമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കന് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കന് ഒരു വൈറ്റ് കളറാവണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനൊരു വൈറ്റ് കളറായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കന് വേവിക്കാതെ അരച്ചെടുത്തത് കൊണ്ട് തന്നെ ചിക്കനൊരു കട്ട പിടിച്ചിരിക്കും കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മസാല പൗഡേഴ്സൊക്കെ ഒന്ന് അതിലേക്കൊന്ന് ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പൊടികളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ചിക്കന് നമ്മൾ വേവിക്കാതെ അരച്ചതായതുകൊണ്ട് വല്ലാതെ വേവൊന്നും ഉണ്ടാവില്ല. 1-2 മിനിറ്റ് ഒന്ന് വെച്ചാൽ തന്നെ അതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ചിക്കന് വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ടൈമിൽ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ തന്നെ അത് കുക്കായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിക്കണേ. നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിങ്സാണ് കേട്ടോ. ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരക്കപ്പോളം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നത് കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാലിന് പകരം വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കുമല്ല എന്നാൽ നല്ല ലൂസും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഓരോ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ആ ടൈമിൽ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വല്ലാതെ കുക്കിംഗ് ടൈമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനത്തെ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ദോശ ചുട്ടെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് ദോശ ചുട്ടെടുത്തിട്ടുള്ളത്. മേലെ നല്ല മല്ലിച്ചപ്പൊക്കെ വന്നിട്ട് നല്ല രസമാണ് കാണാൻ കേട്ടോ. അപ്പോൾ അതാ ദോശ ഒന്ന് ജസ്റ്റ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴത്തെ പോർഷനിലേക്കൊന്ന് കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കേണ്ട, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോർഷന് ഇങ്ങോട്ടെടുത്തിട്ട് ഒരു സമൂസൻ്റെ ആകൃതിയിൽ, ഒരു കോണാകൃതിയിലാണ് ഇപ്പോൾ ഞാൻ ആക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ദോശൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ മൈദ ഒന്ന് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഫില്ലിങ്സ് പുറത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ടൊന്ന് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ ഞാൻ എല്ലതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം.
ഈ ഒരു സ്നാക്ക് നമ്മൾ എണ്ണയിലിട്ട് മുക്കി പൊരിക്കൊന്നും വേണ്ട. കുറച്ച് ഒന്ന് ശാലോ ഫ്രൈ പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ബട്ടർ വെച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ഈ സ്നാക്കെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 കോൺ ഷേപ്പിലും 1 ചതുരത്തിലാക്കിയിട്ടാണ് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. അതിൻ്റെ മേലെ കുറച്ചൊന്ന് ചില്ലി ഫ്ലേക്സ് ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടൊന്ന് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാതെ വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നിങ്ങളുടെ അടുത്ത് ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ചീസൊക്കെ വെച്ചെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിക്കണം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സിനാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ഒന്ന് ഫില്ലിങ്സ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് ബ്രെഡ് പോള, സമൂസ ഏതൊരു സ്നാക്ക് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ ചിക്കൻ വേവിക്കാതെയാണല്ലോ പച്ച അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.